ഇൻഷുറൻസ് കറക്റ്റ് ആണല്ലോ അല്ലേ? ആരും കള്ളും കുടിച്ച് ബൈക്ക് വരുന്നില്ല സാറേ. 7-10:30 മണി കഴിഞ്ഞല്ലേ ബാർ അടയ്ക്കൂ. അത് കഴിഞ്ഞ് വന്നോളും. ആളുകൾക്കിടയില് എനിക്ക് നല്ല മതിപ്പല്ലേ. സാറിനെ ഭയങ്കര പേടിയാ സാറേ. സാറിന്റെ ചെല്ലപ്പേര് ഇടിയൻ ജോർജ്. ജോർജ്. ഇടിയൻ ജോർജ്. എങ്ങനെയുണ്ടടാ പേര്? താനാ ബോർഡ് കണ്ടോ? കണ്ടു സാർ. അതെന്താണെന്ന് മനസ്സിലായോ? അതാണ് ലവണ തൈലം. ലവണ തൈലം അതിനെപ്പറ്റി വല്ല അറിയാവോ? പറഞ്ഞുതരാം. എടോ, പ്രസവം കഴിഞ്ഞ് പെമ്പിള്ളേർക്ക് വയറ് വരാതിരിക്കാനും പ്രസവത്തിന് മുന്നും ആണുങ്ങൾക്ക് ശരീരത്തിന് ഭംഗി വരുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് ലവണ തൈലം. താനാ ഫ്ലെക്സിന്റെ താഴെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടോ? കണ്ടല്ലോ. അത് ഇപ്പൊ ഔട്ട് ഓഫ് ഫോക്കസ് ആയതുകൊണ്ട് അതിനൊരു ഉജാറില്ല കാണാൻ. അതേസമയം അത് കിഴക്ക് പടിഞ്ഞാറ് തെക്കോടെ കേട്ട് കൊടുത്തിരുന്നെങ്കിൽ അതിന്റെ ആ ഫ്ലെക്സിന്റെ ആ ശോഭ ഉണ്ടല്ലോ, ലവണതലം. മനസ്സിലായോ? സാറിന്റെ ബുദ്ധി അപാരം തന്നെ. താങ്ക് യു സാർ. സാറിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനല്ല, പഠിപ്പിക്കാനുണ്ട്. നിന്നെ ഞാൻ പലതും പഠിപ്പിച്ചവരാടാം. വണ്ടിയിലോട്ട് കയറ്, വണ്ടി എടുക്കടാ. പോലീസുകാർക്കൊന്നും ഒരു വിലയില്ല അല്ലേ? ആ ലോക്കൽ ഗ്യാസ് കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഗോൾഡും പണവുമായി അവർ ആ വഴി. ഇന്നലെ ആ വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടത് മണ്ടത്തരായി. ഇടിച്ചതിന്റെ കൂമ്പിയാൻ പാട്ടും പോലീസാണെന്നൊന്നും ഞാൻ നോക്കൂല. സാറിന്റെ തൊപ്പിയാ ധരിക്കാൻ പോണത്. ഇന്നലത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു അല്ലേ? ഇന്നലെ ബാങ്കിന് താഴെ ഡ്യൂട്ടിയിൽ ജോർജ് ഉണ്ടായിരുന്നല്ലേ? എനിക്ക് കൂടുതലായി ഒന്നും കേൾക്കണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിക്കണം. സാറിന്റെ മക്കളുടെ പേരെന്തുവാ? വിമൽ, അമൽ. നല്ല പേര്. അവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുമോ അപ്പച്ചനാണെന്ന്? താൻ വാക്കുകളുടെ അതിര് വിടുന്നു. ഒരു മേലുദ്യോഗസ്ഥനോടാണ് സംസാരിക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. അത് ഈ ലെറ്റർ കിട്ടുന്നതിന് മുമ്പ്. ഇപ്പോഴേ ഞാൻ ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള. അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞൂല, കേട്ടതുമില്ല. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ്.ഐ. ജോർജിനെ സസ്പെൻഡ് ചെയ്തു സർ. ഞാൻ അറിഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. 24 മണിക്കൂറിനുള്ളിൽ സകല കള്ളന്മാരെയും പിടിച്ചിരിക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാണ്. ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടോണ്ണ? പുതിയ പാട്ട കയ്യിലെങ്ങും തട്ടലെണ്ണ മുറിഞ്ഞ സെപ്റ്റിക്കാവും. എന്നാ പഞ്ചാര അര, റവ മുക്കാല്, മല്ലി വേണ്ട, ഉള്ളി മതി. ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട. എന്തിനാണ് ഇത് കളഞ്ഞത്? ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ. സാമ്പത്തികം ഒരുപാടായോ? പോലീസ് പോലീസ് ഇടവാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്?
അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി, അതുകൊണ്ടാ. കൂട്ടുകാരനാ. ഓ അപ്പൊ ഒരുമിച്ച് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറുണ്ടാവും. കിട്ടോ പോലീസ് വിളിച്ചോണ്ടാ എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. ഇത് മണികണ്ഠൻ എവിടെയാ പോലും. നമ്മൾ ചെന്ന് അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ എങ്ങനെ? കള്ളന്മാരെ മൊത്തം ഇവിടെ പൂട്ട് കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ച് ഓന്നമാന്ന് പറയാറില്ല. നഗ്മയല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്. സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടി കിട്ടിയ ഒന്നും വരികയല്ലേ. നടന്നാ മതിയായിരുന്നു. പ്രേമലുവിശാസന്റെ കൂട്ടുകാരനല്ലേ? ആശാന്റെ 2 ശിഷ്യന്മാരെ ഇവിടുത്തെ CI വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്കുക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ CI ഒരു ചൂടത്തിയാടൂ. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ടല്ലോ. അല്ല, അത് ഞാൻ പറയുന്നേ, അത് ഇയാളൊക്കെ എന്തിനു നടക്കുന്ന? ഇയാൾക്ക് പേടിയായിരിക്കും. വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. രാഷ്ട്രീയക്കാരെ അല്ല, ഞാനാണോ സാറേ? Okay, I will do. നമസ്കാരം സ്വാമി. ഇരിക്കൂ. നമസ്കാരം. സ്വാമി പ്രത്യേകിച്ച് ഇങ്ങോട്ട്? സ്വാമി വന്ന് ഇനി ഇയാളെ കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടുവോ? ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും. നമസ്കാരം സ്വാമിജി. അയ്യപ്പേട്ട ചായ. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് പലഹാരം ചായ കൂടെ ഒരുമിച്ച് കഴിക്കാം. അതിന് കഞ്ഞിയാ. രാവിലെ ഒരെണ്ണം അടിച്ച അതിന്റെ സുഖം വേറെയാ. വേറെ എന്തിനു ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ ശിഷ്യന്മാര് ഇതിന് ബുദ്ധിമുട്ട് വരുത്തില്ല. മണിച്ചേട്ടൻ എവിടെ? അവൻ വരാതിന്റെ പത്രം വായിക്കുന്നുണ്ട്. ഒരു മണിക്കൂർ ചായ പത്രം തീർന്നിട്ടില്ല. നിക്കടിയോ? എത്ര വിലയുള്ള മുസ്ലിം പൗറാ കൃഷ്ണ. ഇതൊക്കെ കലക്ക് കൊടുത്തിട്ട് ജനങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടോ? യഥാർത്ഥ ഗജമുത്ത് കണ്ടവരാരുണ്ട്? അതിന്റെ ഗുണം ഏതായാലും ഇതിലുണ്ട്. ഇത് ലോകവ്യാപകമായി വിൽക്കുന്നു. നമ്മൾ ജീവിക്കാനായി ഭക്തിയിൽ മായം ചേർത്ത് വിറ്റടിക്കുന്നു. എന്റെ ദീപസ്തംഭം മഹാശക്തി. നമ്മക്കും വേണ്ട പണം. പിന്നെ ഹരി ഓം തത്സത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്രന്ഥത്തിന്റെ അറിവ് വെച്ച് ചെയ്തതാണ് ഈ സിദ്ധൌഷധം. ഇത് കഴിച്ചാൽ ദാമ്പത്യ ജീവിതം സ്വസ്ഥം. അതോടെ ഒരുപാട് കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാവും. ബഹളം കൂട്ടാതെ മൗനവ്രതത്തിൽ വേണം ഇതൊക്കെ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫലം കിട്ടില്ല. ഇത് കഴിച്ച ശരിക്കും കുട്ടികളുണ്ടാവുമോ? കുട്ടികളുണ്ടാവാത്തവർക്ക് ഉറപ്പായിട്ടും കുട്ടികളുണ്ടാവും. നിക്കാതെ കഴിച്ചായിരുന്നു ഇത് കൂട്ട് കുറച്ചിങ്ങനെ കോരി കുടിക്കാറുണ്ട്. മകളെ ഒന്ന് നന്നായി വാ.
ശക്തി കൂടിയ മദന കാമേശ്വരിയുടെ മാന്ത്രികത ഇനി അറിയാം. ഇനി ധാതുക്ഷയമില്ല, വന്ധ്യതയുമില്ല, അണുക്കളുടെ കുറവും ഉണ്ടാവുകയുമില്ല. ഭക്തിയോടെ സേവിച്ചോളൂ. കുട്ടികൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കുഞ്ഞിക്കാല് വെച്ച് ഓടി നടക്കുന്നത് കാണാം. സ്വാമി നമോ വാഗമൺ അല്ല വാഗൻ വാഗം വാദം വാഗം വാഗൻ. സ്വാമി സംഭൂജ്യവതി. കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. അറിയാം, ആവശ്യം എന്റേതായി പോയില്ലേ? അങ്ങനെ പറയരുത്. പ്രസാദം ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തിക്കാറുണ്ടല്ലോ. എങ്കിൽ പിന്നെ വൈകിക്കണ്ട, പ്രസാദം തന്നോളൂ. ഇതാ